നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വരുത്തിയ വെടിനിർത്തൽ കരാറിനു ശേഷം ഇന്ന് നിർണായക യോഗങ്ങൾ നടക്കും. കരാറിന്റെ ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ചർച്ചയാണ് ഇതിൽ പ്രധാനമായും നടക്കുക. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷമായിരിക്കും ചർച്ചയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ ഇനി അങ്ങോട്ടുള്ള നടപടികൾ. കഴിഞ്ഞ ദിവസം വ്യോമസേനയും ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പാക് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ വെടിനിർത്തലിന് പിന്നാലെ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെയും ചില പ്രദേശങ്ങളിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് വ്യാജമെന്നാണ് PIB അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് പാകിസ്ഥാനിലെ ഉന്നത സൈനിക സർക്കാർ പ്രതിനിധികൾ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാജ്യത്തിന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നത് അല്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ അത് പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവങ്ങൾ. ലക്ഷറി തോയ്ബ കമാൻഡർ അബു ജുണ്ടാൽ എന്നറിയപ്പെടുന്ന മുദാസർ ഖാദിൻ ഖാസിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഈ റിപ്പോർട്ട്. നരോവൽ ജില്ലയിലെ മുരിത്കയിലെ മർക്കസ് തോയ്ബയ്ക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ ആക്രമണങ്ങളിൽ വകവരുത്തിയ 5 പ്രധാന ഭീകരരിൽ ഒരാൾ കൂടിയാണ് ജുണ്ടാൽ. കേരളത്തിലെ കോൺഗ്രസിന് ഇന്നു മുതൽ പുതിയ നേതൃത്വം. നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യും സഹഭാരവാഹികളും ഇന്ന് സ്ഥാനമേറ്റു. PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവർ KPCC വർക്കിംഗ് പ്രസിഡന്റ്മാരായും ഇന്ന് സ്ഥാനമേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MP-യും ചുമതലയേറ്റു. രാവിലെ KPCC ആസ്ഥാനത്ത് നടന്ന ലളിതമായ ചടങ്ങിലാണ് സ്ഥാനാരോഹണം നടന്നത്. K. സുധാകരൻ MP അധ്യക്ഷത വഹിച്ചു. ഈ യോഗത്തിൽ കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC സെക്രട്ടറിമാർ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവരും പങ്കെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ റെഡ് സോണായി പ്രഖ്യാപിച്ചു. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിൽ പ്രധാന പ്രദേശങ്ങളും നോ ഡ്രോൺ സോണായി പ്രഖ്യാപിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. രാജ്ഭവൻ, നിയമസഭ, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാരുടെ വസതികൾ, പ്രതിപക്ഷ നേതാവിന്റെ വസതി, സെക്രട്ടേറിയറ്റ്, വിഴിഞ്ഞം ഹാർബർ, ISRO തുമ്പ, ISRO ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ്, ISRO വലിയമല, തിരുവനന്തപുരം വിമാനത്താവളം, സദേൺ എയർ കമാൻഡ് ആക്കുളം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3, റഡാർ സ്റ്റേഷൻ മൂക്കുന്നിമല, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മിലിറ്ററി ക്യാമ്പ് പാങ്ങോട്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജഗതി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ 2 കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു കാരണവശാലും ഡ്രോണുകൾ പറത്താൻ പാടില്ലെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ ലഭിച്ചു. ക്ഷേത്ര മണൽപ്പരപ്പിൽ നിന്നാണ് നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടിയത്. രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ബോംബ് സ്ക്വാഡും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. എന്നാൽ സ്ട്രോങ് റൂമിലെ സ്വർണം മണലിൽ വന്നത് എങ്ങനെയെന്നുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. വ്യാഴാഴ്ചയാണ് 107 ഗ്രാം സ്വർണം മോഷണം പോയത്. ശ്രീകോവിലിൽ സ്വർണം പൂശാൻ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടിരുന്നത്.